എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ് എനിക്ക് ഇത് പോണില്ല, നിങ്ങൾ കാണുന്നവർ പോയി ചെന്ന് എന്താണെന്ന് തിരക്കി അറിഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. മകളുടെ ആ ഒരു തീരുമാനത്തിന് അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിച്ചു കൊടുക്കണ്ടേ? അവനവന്റെ ജീവിതം എന്താണോ അത് തെരഞ്ഞെടുക്കേണ്ട അവനവന്റെ കഴിവാണ് മുക്കുത്ര. അവനവന്റെ കഴിവാണ്. നമ്മൾ അത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു ജീവിതത്തിലേക്ക് ചെന്നെത്തുന്നത് എങ്ങനെയാണ്? അവനവന്റെ ഇഷ്ടമല്ലേ? അല്ലേ? ഇപ്പൊ നമ്മളൊരു എന്നാലും ഒരു അമ്മ എന്നുള്ള രീതിയില് മകള് കല്യാണം കഴിക്കണം, കുടുംബത്തോടു കൂടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നോ? അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എന്നെ പോലെ ജീവിക്കണ്ട എന്ന് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ വീട് വിട്ടിറങ്ങിയതാക്കളെ, വീട് വിട്ടിറങ്ങിയതാ. ഞാൻ വീട് വിട്ടു ഇറങ്ങി ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം വീട് വിട്ടിറങ്ങിയതല്ല. അത് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരുന്ന ഒരു കഥയാണ്. എൻ്റെ 15-ാമത്തെ വയസ്സ് ഞാൻ എൻ്റെ വീട് ഉപേക്ഷിച്ചു. അന്ന് അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഇവിടെ ഇവിടുത്തെ മലയാളിയല്ലേ? മലയാളിയാ. ഈ നാഗാദേവി എത്രാമത്തെ വയസ്സിലാണ് ജനിച്ചത്? അമ്മയ്ക്ക് നാഗാദേവി എത്രാമത്തെ വയസ്സിലാണ് ജന്മം കൊടുത്തത്? എത്രാമത്തെ വയസ്സിലാണ് ജനിച്ചത്? എത്ര വയസ്സുള്ളപ്പോഴാണ് നാഗാദേവി ജനിച്ചത്? ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അതൊരു 18. അത് ചോദിച്ച എന്തിനാണെന്ന്. കാരണം അത് പറയുമ്പോഴത്തേന് എൻ്റെ ജീവിതം പറയേണ്ടി വരും. അതുകൊണ്ടാണ്. കാരണം എൻ്റെ ജീവിതം അതാണ് മക്കളെ. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യാത്ത തെറ്റെന്നിലേക്ക് അടിച്ചേൽപ്പിച്ച് അങ്ങനെയാണ് അമ്മ വീട് വിട്ട് ഇറങ്ങിയത് അല്ലേ? അതെ, ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതെ അതെ. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരാളിന്റെ കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടി വന്നത്. അതിൽ എനിക്കൊരു അതാ ഞാൻ പറഞ്ഞത്, ജനനം പറയണമെങ്കിൽ ആ കാലഘട്ടം പിന്നെ പുറകോട്ട് പോകണം. അതാണ് കാരണം. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എന്റെ മോൾ ഒരിക്കലും എന്റെ പോലെ ജീവിക്കരുത്, കാരണം അത്രയും വിഷമങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്, അത് അവള് സഹിക്കരുത്. വിഷമം സഹിക്കുന്നല്ല, ഒറ്റപ്പെടലിന്റെ വേദന എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വേദന. അനുഭവിച്ചെങ്കിൽ മാത്രമേ കാരണം എന്നെ പിണ്ടം വെച്ചൊഴിഞ്ഞതാണ്. ഈ നമ്മൾ കണ്ട സിനിമയിലും നാടകത്തിലൊക്കെ കാണത്തില്ലയോ, ഈ കാട്ടിയാടി പെണ്ണുങ്ങൾ പിഴച്ചെന്നും പറഞ്ഞുകൊണ്ട് ഓരോന്നൊക്കെ ചെയ്യുന്നത്. അതേപോലൊക്കെ എന്നെ ചെയ്തതാണ് ഇവിടെ. എൻ്റെ സ്വന്തം സഹോദരനാണ്. അന്ന് മുതൽ ആ 15-ാമത്തെ വയസ്സ് മുതൽ ഇന്ന് വരെ സഹോദരനുമായിട്ട് യാതൊരു ബന്ധവും പെട്ടിട്ടില്ല. എന്നോട് സഹോദരൻ എന്ന് പറയുമ്പോഴേ ഞാൻ പറയും എൻ്റെ കർമ്മം അയാൾ ചെയ്തതാണ്. പിന്നെ ഞാനെങ്ങനെ അയാൾക്ക് എനിക്ക് സഹോദരനുണ്ടോ? ഇല്ലല്ലോ. അയാൾ എൻ്റെ കർമ്മം ചെയ്തു കഴിഞ്ഞു. കാരണം എനിക്കത് പറയാനുള്ള കഴിവുണ്ടായത് കാലങ്ങൾ കഴിഞ്ഞാണ്. അന്നൊന്നും എനിക്ക് ഇത്ര സംസാരിക്കാനുള്ള ഒരു കഴിവോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ കരയായിരുന്നു. ഞാൻ വിഷം അടിച്ചത്. അത് ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. എൻ്റെ അച്ഛൻ്റെ നാടായിരുന്നു. ഞാൻ വിഷം അടിച്ചപ്പോൾ ഞാൻ ഒരുപാട് പേരുദോഷം കേൾക്കേണ്ടി വന്നു. പക്ഷെ ആ പേരുദോഷം എല്ലാം നികത്തിയത് നമ്മളെ സൃഷ്ടിച്ച ഈശ്വരൻ. ഇപ്പൊ ഹാപ്പി അല്ലേ? അയ്യോ, ഇപ്പൊ എല്ലാവർക്കും ഇന്ദിരയെന്ന് പറഞ്ഞിരുന്ന ഒന്നുമില്ല. എന്തായാലും വലിയ കാര്യമാണ്. കാരണം ഞാൻ തെറ്റുകാരിയല്ല, പക്ഷെ അന്ന് തെറ്റുകാരി ആക്കിയതെന്ന് പറഞ്ഞിരുന്ന ഇന്നതാണ്ട് അതെല്ലാം ഈശ്വരൻ. അതായത് നമ്മള് പിന്നെ എന്താ അതിന് പറയുന്നത്, പാണ്ഡവരും കൗരവരുമായി ഒരു യുദ്ധം. അതുപോലെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഫോൺ ചെയ്തത്. കാരണം എൻ്റെ അച്ഛൻ്റെ മണ്ണ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു നല്ല സമയത്തിന് മകളൊരു കാരണമാണ് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അയ്യോ, അവര് ജീവിച്ചു പോട്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാന് ഇപ്പൊ അമ്മ ഹാപ്പിയാണല്ലോ, സമാധാനല്ലോ. ഇപ്പത്തെ അമ്മ സന്തോഷമായിട്ടിരിക്കുകയാണ്. അതിലും മകളും കൂടി കാരണമല്ലേ? അങ്ങനെ കാരണം അമ്മയ്ക്ക് സന്തോഷിക്കാൻ ഒരു കാരണം. എൻ്റെ പുത്രി പഠിച്ചു, പിന്നെ ഒരുപാട് ഹോം നേഴ്സായിട്ടും ജോലികൾക്ക് കടകളിലും എല്ലാം പോയി. അങ്ങനെയൊക്കെ പോയപ്പോഴും ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചു. അങ്ങനെ പോയെണ്ണേ എനിക്ക് അന്നേരമൊക്കെ തോന്നി എവിടെ ചെന്ന് അവസാനിക്കും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പുത്രനൂടെ വന്ന് അവരുടെ ഒരു ജീവിതത്തിലേക്ക് എത്തിയപ്പം അതൊരു നല്ലത് സന്തോഷം എന്ന് പറഞ്ഞാൽ അവനവൻ
എന്താണോ. അതെ. പക്ഷെ ഇദ്ദേഹത്തിന് അറിയാം. ഞാൻ അദ്ദേഹം വന്നപ്പോഴും അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്കാണെങ്കിൽ ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നുമില്ല. കാരണം ഞങ്ങൾ അന്നു കൊണ്ടൊന്ന് അന്വേഷിച്ച് കഴിയുന്നവരാണ്. പുത്രനെ പോലെ ഞങ്ങൾക്ക് ധനവും സമ്പത്തോ ഒന്നുമില്ല. പുത്രൻ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എന്നതുപോലെ എന്നോട് ചോദിച്ചു പുത്രിയെ വിവാഹം കഴിച്ചത്. അപ്പോഴേ ഞാൻ അതിനും പറഞ്ഞു. പക്ഷെ അത് ഇവിടെ വന്ന് ഇപ്പോൾ 7 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ കൂടെ ഉണ്ട്, ഒരു നല്ല മകനായിട്ട്. മക്കളെ അവൻ്റെ അടുത്തേക്കുന്ന എൻ്റെ മക്കളെക്കായാലും എൻ്റെ ദുഃഖം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കക്ഷിയാണ് എനിക്ക് ദൈവം തന്നത്. നല്ലൊരു മകനെ കിട്ടി. അന്ന് ഞാനതെപ്പോഴും എല്ലാവരോടും പറയുന്ന 7ാം കടലിനക്കരയെന്ന് എനിക്ക് ദൈവം തന്നെ കൊണ്ടുവന്ന് ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും ആ സന്തോഷം എന്നും ഉണ്ടാവട്ടെ. ഉണ്ടാവട്ടെ എന്നല്ല, ഇനി ഞാൻ എൻ്റെ വഴി നോക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ വഴി. പിന്നെ നമ്മൾ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കശിപ്പിച്ചുണ്ടായി നമ്മൾ അതിനകത്ത് കൊടുക്കും.